بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء. الحمد لله. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العلي العظيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. خسروی اچھی لگی نا سروری اچھی لگی. ہم فقیروں کو مدینے کی گلی اچھی لگی. دور تھے تو زندگی بے رنگ تھی بے کیف تھی. ان کے کوچے میں گئے تو زندگی اچھی لگی. مدینہ کو جائے جی چاہتا ہے مقدر بنائے جی چاہتا ہے. مدینہ کے آقا دو عالم کے مولا تیرے پاس آئے جی چاہتا ہے. محمد کی باتیں محمد کی سیرت سنے اور سنائے جی چاہتا ہے. അല്ലാഹുവിന്റെ റഹ്മത്ത് ചൊരിയപ്പെടുന്ന ഈ മജ്ലിസിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ സാന്നിധ്യം, ദുആ, ദിക്റുകൾ, ഇതുകൊണ്ടൊക്കെ ധന്യമായ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ,
അല്ലാഹു തആല നമ്മളൊക്കെ ഈ നന്മകൾ ചെയ്യുന്നു ഈ വിശുദ്ധമായ മാസത്തിൽ എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടുപോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മാനസികമായും ശാരീരികമായും ഒട്ടനേകം പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അവയെല്ലാം ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ ഖൽബുകളെ അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നിറച്ചു തരുമാറാവട്ടെ. അവസാനം അത്തിപ്പറ്റ ഉസ്താദ് ഇവിടെ ദുആ ചെയ്തതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. മറ്റു സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളാൽ സ്മരിക്കപ്പെടുന്ന, മുഅ്മിനീങ്ങളാൽ ഓർക്കപ്പെടുന്ന, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, നബിയെ അംഗീകരിക്കുന്നവരാൽ കൂടുതൽ പറയപ്പെടുന്ന മാസത്തിലെ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അങ്ങനെ ഞാൻ ആമുഖമായി പറയാനുള്ള കാരണം, മുത്തുനബി നമ്മുടെ കൂടെയില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവില്ല, നമ്മുടെ അമലുകൾ പൂർണ്ണമാവില്ല എന്നതുകൊണ്ടാണ്. ഏത് കർമ്മങ്ങൾക്കും നാം നോക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ചെയ്തു എന്നതാണല്ലോ. തന്നെയുമല്ല, ഒട്ടനേകം സൽക്കർമ്മങ്ങൾ നാം പ്രാരംഭം കുറിക്കുമ്പോഴും അതിൽ നിന്ന് വിരമിക്കുമ്പോഴും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള തിരുസ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നാം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. തന്നെയുമല്ല, നമാസോ മേ अजान में कलिमा में और अर्श पर हर जा खुदा ने नाम तेरा नाम से अपना मिलाया है. നിസ്കാരങ്ങളിൽ വിശുദ്ധമായ ബാങ്കിന്റെ ബാങ്കിന്റെ വിളിയാളങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉച്ചരിക്കേണ്ട ഷഹാദത്ത് കലിമയിൽ അർശിന്റെ മുകളിലടക്കം ഖുദാനേ നാം തേരാ നാം സേ അപ്നാ മിലായാ ഹേ. എവിടെയൊക്കെ അല്ലാഹു തആല തന്റെ നാമം പറയുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ നാമവും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഹദീസിൽ കാണാം, ലാ തുഖ്ബലു സലാസത്തുൻ ഇല്ലാ മഅ സലാസ. 3 കാര്യങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. ഒന്ന് നിസ്കാരമാണ്. അല്ലാഹു തആല അത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ അവൻ സക്കാത്ത് കൂടെ കൊടുക്കണം. കാരണം അത് രണ്ടും അല്ലാഹു തആല ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് രണ്ടാമത്തേതാണ്, അല്ലാഹു തആലാക്ക് നന്ദി ചെയ്യുന്ന ഒരാൾ, അവന് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്ക് അവൻ നന്ദി ചെയ്യുന്നവരാകണം. കാരണം അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണമെന്നതാണ്. അതിൽ നിന്ന് 3ാമത്തെ കാര്യമാണ് ഇത്വാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്വാഅത്തിർ റസൂൽ. ഒരാൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നയാളാണ്, പടച്ച തമ്പുരാനെ സ്വീകരിക്കുന്നയാളാണ്, അവൻ മുസ്ലിമായി പറയുന്ന ആളാണ്, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നയാളാണ്. പക്ഷേ അവൻ നബിയെ നിരാകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ അവൻ ചെയ്യാത്തതൊരു പക്ഷേ അവന്റെ മേലിൽ കുറ്റമായിട്ട് വരില്ല.
തലമറക്കൽ നബിയുടെ സുന്നത്താണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ പറയപ്പെട്ടിരിക്കുന്ന സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണെങ്കിൽ അത് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടില്ല. പക്ഷേ അതവൻ അവഗണിച്ചു കഴിഞ്ഞാൽ, അതിനെ അവൻ പുച്ഛിച്ചു കഴിഞ്ഞാൽ, അതിനെ അവൻ നിസ്സാരപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ യാതൊരമലുകളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം എന്ന് അല്ലാഹു പറയുന്നിടത്ത് ചേർത്ത് പറയുകയാണ്, അല്ലാഹുവിന് മാത്രം നിങ്ങൾ വഴിപ്പെട്ടാൽ പോരാ, വഅതീഉർ റസൂൽ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നിങ്ങൾ വഴിപ്പെടേണ്ടവരാണ്. നബി നമ്മോട് കൂടെ സദാസമയവുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സാന്തരങ്ങളിൽ ഈമാനിന്റെ വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെയുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അവിടുത്തെയുടെ വാക്കുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടുത്തെയുടെ മൗനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അവിടുത്തെയുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടുത്തെയുടെ വെറുപ്പുകളെ നിരാകരിക്കുവാൻ നമ്മൾ താൽപര്യപ്പെടുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം എങ്ങനെയാണ്, അവിടുന്ന് നഖം വെട്ടിയതെങ്ങനെയാണ്, ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കയറിയതെങ്ങനെയാണ്, അവിടുന്ന് പള്ളിയിലേക്ക് കയറുമ്പോഴേത് കാലാണ് വെച്ചത്, ഇറങ്ങുമ്പോഴേത് കാലാണ് അവിടുന്ന് വെച്ചത്, ഇങ്ങനെ തുടങ്ങി അവിടുത്തെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും അതിനെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ താൽപര്യപ്പെടുന്നവരുമാണ്. എന്തുകൊണ്ടെന്നാൽ ഈമാനിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ നമ്മൾ ഏറ്റെടുത്തവരാണ്. നമ്മൾ അതിന് നമ്മുടെ മുൻഗാമികളിലേക്ക് നോക്കുകയാണ്. ഒരുപക്ഷെ ആ മുൻഗാമികൾക്ക് അവർക്കൊരു മുൻഗാമികളെ നോക്കാൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു മാതൃക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ അവർക്കില്ലാതിരുന്നിട്ട് കൂടി അവരുടെ മനസ്സുകൊണ്ട്, അവരുടെ ജീവൻ കൊണ്ട്, അവരുടെ ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ സർവവും സമർപ്പിക്കുകയായിരുന്നു. ആ മാതൃകയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷേ അവർ ചെയ്തതുപോലെ, സ്വഹാബികൾ ചെയ്തതുപോലെ, താബിഈങ്ങൾ ചെയ്തതുപോലെ സ്നേഹിക്കുവാനും ആ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ജീവിതം കഴിച്ചുകൂട്ടുവാനും നമുക്ക് സാധ്യമല്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ റസൂലുള്ളാഹിയോടുള്ള സ്നേഹപ്രകടനം നടത്താൻ കഴിയുന്നത്, അതിനുവേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കൽ നമ്മുടെ മേലിൽ നിർബന്ധമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നബിയുമായി ബന്ധപ്പെട്ടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് നബിയുടെ നാടായ മദീനയെ സ്നേഹിക്കുക എന്നത്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞുവല്ലോ, മദീന പോകുവാനും മദീനയിൽ പോകുവാനും മദീന കാണുവാനും മദീനയിൽ ചെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലെത്തിപ്പെടാനും എല്ലാവരും അദമ്യമായി മോഹിക്കുകയും അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തെ ആ നാടിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനിസ്തതാഅ അയ്യമൂത ബിൽ മദീന, നിങ്ങളിൽ ഒരാൾക്ക് മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ ഫൽയമുത് ബിഹാ, അവനാ നാട്ടിൽ വെച്ച് മരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാരും സ്വലാത്ത് ചൊല്ലു. മദീനയിൽ വെച്ച് നിങ്ങൾക്കൊരാൾക്ക് മരിക്കാൻ കഴിയുമെങ്കിൽ അവൻ മദീനയിൽ വെച്ച് നിര്യാണം പ്രാപിക്കട്ടെ എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ.
എന്താണ് ഈ പറഞ്ഞത്? മദീനയിൽ വെച്ച് നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്നാണോ? അതല്ലെങ്കിൽ മരിക്കാനാകുമ്പോൾ നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ അനന്തരഗാമികളോട് എന്നെ നിങ്ങൾ മദീനയിൽ എത്തിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യലാണോ? അല്ല. പിന്നെയോ, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ നാട്ടിൽ വെച്ചെന്നെ മരിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ പ്രസക്തിയില്ല. ഒരാൾ ദുആ ചെയ്യുകയാണ്, ഈ നാടിന്റെ പേര് പറഞ്ഞ അല്ലാഹുവേ ഇവിടെ വെച്ചെന്നെ മരിപ്പിക്കണമേ, കുന്നുംപുറത്ത് വെച്ചെന്നെ മരിപ്പിക്കണമേ, കൊളപ്പുറത്ത് വെച്ചെന്നെ മരിപ്പിക്കണമേ, ഇന്ത്യയിൽ വെച്ചെനിക്ക് മരണം നൽകണമേ. ഈ പ്രാർത്ഥനകൾക്കൊന്നുമേ പ്രസക്തിയില്ല എങ്കിൽ പ്രസക്തമായ ഒരു ദുആയുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ എന്നെ നീ മദീനയിൽ വെച്ച് മരിപ്പിക്കണമേ. അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടല്ലോ. നിരവധി പേർ ആ ദുആക്ക് ഉത്തരം കിട്ടപ്പെട്ടവരാണല്ലോ. പനിനീർപ്പൂ തന്നെയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് വലിയ സ്നേഹപ്രകടനം നടത്തിയ ആളായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചൊരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുത്തെ മൃദുലമായ കൈകൾ കൊണ്ട് ഉമറിന്റെ കൈകളെ ഇങ്ങനെ റസൂലുള്ള തലോടുമ്പോ ആ സ്നേഹാധിക്യം കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് നബിയേ. ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെക്കാളും അങ്ങയെയാണ് എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് നബിയേ. ഇല്ലാ മിൻ നഫ്സി, എന്റെ കാര്യം കഴിഞ്ഞാൽ. ഉടനടി അവിടുന്ന് പറഞ്ഞു, ഉമറേ ഇല്ല, അത് പോരാ ഉമറേ, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്, നിന്റെ സ്വന്തത്തെക്കാളും നിന്റെ ശരീരത്തെക്കാളും നിന്നെക്കാളും നിന്റെ കാര്യങ്ങളെക്കാളും ആ സ്നേഹം എന്നോടാകുന്നത് വരെ ഉമറേ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉമറിന്റെ മനസ്സ് മാറി. അവിടുന്ന് പറഞ്ഞു, നബിയെ ഞാൻ ഈ പറഞ്ഞത് പിൻവലിക്കുകയാണ്. വല്ലാഹി ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എനിക്കെന്നെക്കാൾ സ്നേഹം അങ്ങയോടാണ്. ഇത് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ള വഫാത്തായതിനു ശേഷം അവിടുത്തെയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്ന കഥ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പ്രസംഗിക്കുന്നത് കേൾക്കാറുണ്ടല്ലോ. അവിടുത്തെ മരണം വിശ്വസിക്കാൻ ഉമർ തങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അവിടുത്തേക്ക് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആഗ്രഹം എപ്പോഴും ഉമറിന്റെ ദുആയിൽ ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബീക്. ഇത് കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടു എന്നാണ്. നബിയുടെ നാട്ടിൽ എനിക്ക് മരണം തരണമേ എന്നല്ല, നബിയുടെ നാട്ടിൽ എനിക്ക് രക്തസാക്ഷിത്വം തരണമേ. അതെങ്ങനെ സംഭവിക്കാനാണ്? മദീന ശാന്തമാണ്. പോരാട്ടങ്ങൾ നടക്കുന്നത് മദീനയുടെ കാതങ്ങൾക്കപ്പുറത്താണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് രക്തസാക്ഷിത്വം ഉണ്ടാവുക? പക്ഷേ അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ഉസ്താദ് ഇവിടെ ദുആ ചെയ്തല്ലോ, മരണത്തിന്റെ സമയത്ത് വുളൂ ഉണ്ടാകണമെന്ന്. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണമായ, രക്തസാക്ഷിത്വത്തിന് കാരണമായ അബൂ ലുഅ്ലുഅത്ത് എന്ന അടിമ ബഹുമാനപ്പെട്ടവരെ വധിക്കാൻ ഉദ്യമിക്കുന്നത് സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കാരം തുടങ്ങിയതിനു ശേഷമായിരുന്നു. അതും എവിടെ വെച്ചാണ്? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളുടെ ഏറ്റവും ഉന്നതമായ ഇടമായ മദീന പള്ളിയിലെ മിഹ്റാബിൽ വെച്ചാണ് ലോകത്തിന്റെ നായകനായ മുഹമ്മദുർ റസൂലിന്റെ സ്നേഹത്തിന്റെ നിറകുടമായ അനുയായിയായ
ഹൃദയത്തോട് സ്നേഹം കൊണ്ടെപ്പോഴും ചേർത്തുവെച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിര്യാണം പ്രാപിക്കുന്നത്. തീർന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ അവിടുന്ന് വഫാത്താകാൻ കിടക്കുമ്പോൾ തന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചു. അബ്ദുല്ലാ, നീ ഉമ്മുൽ മുഅ്മിനീനായ ആയിഷ ബീവിയുടെ അടുക്കൽ ചെല്ലണം. എന്നിട്ടൊരു കാര്യം പറയണം. യഖ്റഉ ഉമറു അലൈഹിസ്സലാം, ഉമർ അങ്ങയുടെ മേൽ സലാം ചൊല്ലുന്നുണ്ട്. ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ എന്ന് പറയരുത്. ഉമർ അങ്ങയുടെ മേലിൽ സലാം ചൊല്ലുന്നുണ്ട്. മുത്തുനബിയുടെ അപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അതിന്റെ തൊട്ടടുക്കലായി എനിക്കൊരു സ്പേസ് നിങ്ങൾ തരുമോ? എനിക്ക് ആ സ്ഥലം നിങ്ങൾ വിട്ടുതരുമോ? ഈ കാര്യം എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. മകനായ അബ്ദുള്ള ചെന്ന് ആയിഷ ബീവിയോട് സംസാരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ദാനം ചെയ്യുകയാണ്. അവിടുന്ന് പറഞ്ഞു, അബ്ദുള്ള, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയതായിരുന്നു. പക്ഷേ എന്നോട് ഉമർ തങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ അത് തരില്ല എന്ന് പറയുക? അതുകൊണ്ട് പൂർണ്ണമായ സംതൃപ്തിയോടെ ഞാനത് നൽകിയ വിവരം നിങ്ങൾ അമീറുൽ മുഅ്മിനീനെ അറിയിക്കണം. അങ്ങനെയാണ് അല്ലാഹു തആല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ ആ പ്രാർത്ഥനക്കുത്തരം നൽകിയത്. ഏറ്റവും ശ്രേഷ്ഠമായ ഇടത്ത് അല്ലാഹു തആല തങ്ങളവർക്ക് സ്ഥാനം നൽകി. മനിസ്തത്വാഅ അയ്യമൂത ബിൽ മദീന. മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങൾക്ക് മദീനയിൽ താമസിക്കാൻ കഴിയുമോ? മദീനയിൽ നിങ്ങൾക്ക് പോയിട്ട് താമസിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ താമസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ താമസിച്ചങ്ങ് മരിച്ചുപോയിക്കോളൂ. ഞാൻ ഈ പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങളോടാണ്. എനിക്കുറപ്പാണ് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്രയാൾക്കാണത് സാധിക്കുക? നമുക്ക് സാധ്യമാകുമോ? ഒരുപക്ഷേ നിങ്ങൾ പറയും എനിക്ക് സാധ്യമാകുമെന്ന്. ഇല്ല മുഅ്മിനേ, അത് നബിയോടുള്ള സ്നേഹത്തിന്റെ നിരാകരണം കൊണ്ടല്ല. മദീനയിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഭിശപ്തരായിട്ട് നമ്മൾ മാറും എന്ന് നമ്മൾ പേടിക്കേണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ മദീനയിൽ താമസിക്കണമെങ്കിൽ അവിടുത്തോട് അച്ചടക്കം വേണം, മദീനയോടുള്ള അച്ചടക്കം വേണം, നബിയോടുള്ള അച്ചടക്കം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ട് അവിടുത്തെയുടെ മണ്ണിന്റെ ചോട്ടിൽ എന്നത് കാരണത്താൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കാലിൽ ചെരിപ്പിടാതെയാണ് മദീനയിലൂടെ സഞ്ചരിച്ചിരുന്നത്. കാലിൽ ചെരിപ്പിടില്ല. എന്തേ കാരണമെന്നറിയുമോ? ഈ മണ്ണിന്റെ ചുവട്ടിൽ എന്റെ ചെരിപ്പിന്റെ താഴെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചെരിപ്പിടാതെ മദീനയോട് മര്യാദ കാണിച്ച മഹാരഥന്മാരുണ്ടായിരിക്കെ ഇന്നെങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം മദീനയോട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ പോലെയൊന്നുമല്ല. ഇന്ന് മദീന കാണാത്തവർ വിരളമാണ്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തന്നെ പഴയ കാലത്തെ പോലെയൊന്നുമല്ലല്ലോ. ഹജ്ജിന് വേണ്ടിയല്ലേ ആളുകൾ ദ്വാരക്കാൻ പറയുന്നത്? ഉംറക്ക് വേണ്ടിയിട്ടാണ്. അതിലൂടെ കുറെ ആളുകൾ ഹജ്ജ് തന്നെ ഒഴിവാക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന് കുറെ ദിവസം വേണം, ഒരുപാട് പണവും വേണം. ഉംറ ചെയ്യാൻ തുച്ഛമായ പൈസ മതി. ഹജ്ജും ഉംറയും ഒക്കെ സമമാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് പോവുക എന്ന ഒരു ലക്ഷ്യം അതിലൂടെ നിർവഹിച്ച് സായുജ്യമടയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹജ്ജ് നിർബന്ധമായ ഒരാൾ അത് തന്നെ ചെയ്യണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മക്കൾ അതിന് മാതാപിതാക്കളെ പ്രേരിപ്പിക്കണം. ഇനി അങ്ങനെ ഉംറക്ക് പോകുന്നവരുടെ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഉംറ കഴിഞ്ഞു വന്ന ഒരാൾ എന്നോട് പറയുകയാണ്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കൂടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവുമുണ്ട്. ഇവരെല്ലാവരും കൂടെ മദീനയിലെത്തിയിട്ട് ആദ്യമായി റൗളയിലേക്ക് പോവാണ്. റൗളയിലേക്ക് ഇങ്ങനെ പോയി വലിയ തിരക്കുണ്ട്, തിക്കലുണ്ട്.
റൗളയിലേക്ക് ഇങ്ങനെ പോയിട്ട് റസൂലുള്ളാഹിയോട് ഇങ്ങനെ സലാം പറഞ്ഞ് മനസ്സിങ്ങനെ വല്ലാത്ത ഏറ്റവും വലിയ ഒരു നിർവൃതിയുടെ സായുജ്യത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആ മുഹൂർത്തത്തിൽ നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ പണി എന്താണെന്നറിയോ? പ്രിയപ്പെട്ട ഈ ഭാര്യാപിതാവിനെ കൂട്ടിയിട്ടവൻ സെൽഫി എടുക്കുകയാണ്. അവൻ സലാം പറയുന്നില്ല. കൂടെയുള്ളയാൾ ഇയാളോട് ചോദിച്ചുവത്രേ, നിങ്ങൾ സലാം പറഞ്ഞോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നത് ഫോട്ടോയ്ക്ക് പകരം അവൻ വീഡിയോ ഓണാക്കി. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ തിക്കിനും തിരക്കിലും റസൂലുള്ളാഹിയോട് സലാം പറയുന്നത് വീഡിയോയിൽ പകർത്തുന്ന സ്വഭാവമാണെങ്കിൽ സെൽഫി സ്റ്റിക്കുമായിട്ട് മദീനയിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരായിട്ടാണ് മദീനയുടെ പള്ളിയുടെ മുമ്പിൽ നിന്ന് പച്ചക്കുബ്ബയെ പിന്നിലാക്കി ഫോട്ടോ എടുക്കുന്ന പ്രവാചക സ്നേഹികളാണ് നമ്മളെങ്കിൽ, ഇല്ല മുഅ്മിനേ, മദീനയിൽ ജീവിക്കാൻ എന്നല്ല, ആ മദീനയിൽ പോകാൻ തന്നെ നമുക്ക് അവകാശമില്ല. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറയൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പലരും പോകുന്നത് ഈ ഒരു സ്വഭാവത്തോടെയാണ്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ദൂർ ഹെ ഹംസേ ശഹർ മദീന, ദിൽ സെ നഹീ ഹെ ദൂർ. ഞങ്ങളിൽ നിന്നൊരുപാട് അകലെയാണ് മദീന, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരിക്കലും മദീന അകലെയല്ല. ഞങ്ങളത് കാണാൻ മോഹിക്കുന്നവരാണ്, ഞങ്ങളവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. മുത്തുനബിയേ, അങ്ങയുടെ അടുക്കൽ വന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ മോഹിക്കുന്നവരാണ് നമ്മൾ. വിനീതനായ ഞാൻ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ എന്റെ കൂടെ വിശുദ്ധമായ മദീനയിൽ വന്ന ഒരു സ്ത്രീ മദീനയിൽ വെച്ച് മരിച്ചുപോയി. ഞാൻ എന്റെ പല പ്രസംഗത്തിലും പറയുന്നത് ചിലർ കേട്ടിട്ടുണ്ടാകും. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ലോകത്തോട് വിട പറഞ്ഞുപോയി. നിങ്ങൾക്കറിയാലോ, ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ ആരാണ് നിങ്ങളുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുക എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ പറയും എന്റെ മോൻ നിസ്കരിക്കും, അല്ലെങ്കിൽ എന്റെ മരുമകൻ നിസ്കരിക്കും, അതല്ലെങ്കിൽ നാട്ടിലെ പള്ളിയിലെ ഇമാമ നിസ്കരിക്കും, അതല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള പൗരപ്രമുഖൻ നിസ്കരിക്കും, സയ്യിദുമാര് നിസ്കരിക്കും. ശരി, അത് വലിയ നന്നായിരിക്കാം, ഭാഗ്യമായിരിക്കാം. ഓരോരുത്തരുടെ സൗഭാഗ്യത്തിനനുസരിച്ച് ആ ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കാം. പക്ഷെ അതിൽ പലപ്പോഴും ദൗർഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനൊരു 2 ആഴ്ച മുമ്പ് ആലപ്പുഴയിൽ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ, ആലപ്പുഴ ടൗണിലായിരുന്നു പ്രസംഗം. അന്ന് ഏറ്റവും കേരളത്തിൽ അറിയപ്പെട്ട, മലയാളത്തിൽ അറിയപ്പെട്ട ഒരു മുസ്ലിം നാമധാരിയായ ഒരു സിനിമാ നടൻ മരിച്ചതിന്റെ തൊട്ടുടനെയുള്ള ദിവസമായിരുന്നു. ഞാനിങ്ങനെ ചോദിച്ചു ആ സിനിമാ നടനെക്കുറിച്ച്, ആ സിനിമാ സംവിധായകനെക്കുറിച്ച്. അപ്പോഴെന്നോടവിടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ പറയുകയാണ്, ഉസ്താദേ, അയാള് മരിച്ചിട്ട് ഞങ്ങൾ മയ്യിത്ത് കാണാൻ വേണ്ടി പോയി, ഞങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി. മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇമാമ നിന്നത് അയാളുടെ മകനായിരുന്നു. ഇമാമ നിന്ന് അയാൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ പള്ളിയിലെ ഇമാമ് രണ്ടാമതൊന്നുകൂടെ അനൗൺസ് ചെയ്തു, ഇവിടെ ഇതാ രണ്ടാമത് ഞങ്ങൾ ഒന്നുകൂടെ മയ്യിത്ത് നിസ്കരിക്കുകയാണ് എന്ന്. എന്താ കാരണമെന്നറിയോ? ഈ മകൻ തക്ബീറല്ലാതെ മറ്റൊന്നും അവനറിയില്ല. അവൻ അതിനിടയിൽ ചൊല്ലേണ്ട കാര്യമറിയില്ല. അവൻ വേഗത്തിൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 4 തക്ബീറുകൾ ചൊല്ലിയിട്ട് അതിനിടയിൽ അവൻ ഫാത്തിഹ ഓതിയിട്ടില്ല, അതിനിടയിൽ അവൻ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ഇങ്ങനെയുള്ള മക്കളാവുമോ നിസ്കരിക്കേണ്ടവർ? ആലുവയിൽ നിന്നൊരിക്കൽ ഒരു ഫോൺ, ഒരു പരിചയക്കാരനാണ്, അടുത്ത ഒരാളാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നയാളാണ്. ഉസ്താദേ, മയ്യിത്ത് നിസ്കാരത്തിന്റെ കാര്യമൊന്ന് പറഞ്ഞു തരുവോ? ഞാൻ മയ്യിത്ത് നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 1ാമത്തെ തക്ബീർ, അത് കഴിഞ്ഞിട്ട് ഫാത്തിഹ, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു 4ാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഇന്നത് കൂടെ ചൊല്ലിയിട്ട് നീ അവസാനിപ്പിച്ചോ നിസ്കാരം. അങ്ങനെ പറഞ്ഞു കൊടുത്തു. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയാണ്, ഉസ്താദ് അറിഞ്ഞോ, അവന്റെ മയ്യിത്ത് നിസ്കാരമാകെ കുളമായി പോയി. എന്താ കാര്യം? പള്ളിയിലെ ഇമാമ് 2ാമത് നിസ്കരിക്കേണ്ടി വന്നു. മലപ്പുറം ജില്ലയിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല.
എന്നാൽ എത്രയോ അനുഭവങ്ങളുള്ള എത്രയോ ആളുകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണെന്നറിയോ? അവൻ 4ാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് കുറച്ചു സമയം നിശബ്ദനായിരുന്നിട്ട് പിന്നെ നമ്മൾ മയ്യിത്തെടുക്കുകയാണ് എന്ന് പറഞ്ഞു. സലാം വീട്ടിയില്ല. ഞാനാണെങ്കിൽ ഇവനോട് സലാം വീട്ടേണ്ട കാര്യവും പറഞ്ഞിരുന്നില്ല. ആവർത്തിച്ച് അവനോട് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയിപ്പിച്ചു. എന്നിട്ടാ മയ്യിത്ത് നിസ്കരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ആളാകുമോ നമ്മുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്? തീർന്നില്ല. നിങ്ങളുടെ മയ്യിത്ത് എവിടെ കൊണ്ടുപോയിട്ടാ മറമാടുക? നിങ്ങൾ പറയും ഊക്കത്തെ പള്ളി മഹല്ലിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി നിങ്ങളെ മറമാടുമെന്ന് നിങ്ങൾ പറയുമെങ്കിൽ ആ പള്ളി ഖബർസ്ഥാനിൽ ആരെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ? ഈ നാട്ടിൽ മുസ്ലിമായി ജനിച്ചവൻ, മുസ്ലിമായിട്ട് ജീവിച്ചവൻ, മുസ്ലിമായിട്ട് മരിച്ചവൻ, ആ പേരുണ്ടായാൽ മതി, ആ തറവാടുണ്ടായാൽ മതി. അവൻ പലിശ വാങ്ങുന്നവനായിരുന്നു, അവൻ വ്യഭിചരിച്ചവനായിരുന്നു, അവൻ കള്ളു കുടിച്ചവനായിരുന്നു. ഇത് പരിഗണിക്കൂലല്ലോ. ഒരു മഹല്ലിലും അത് പരിഗണിക്കൂലല്ലോ. അവിടെ ആരാണെങ്കിലും മയ്യിത്ത് അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യും. അതെത്ര വലിയ ഇസ്ലാമുമായി വിരുദ്ധനായ ആളാണെങ്കിലും പേര് മുസ്ലിമാണോ മഹല്ലിലംഗമാണോ അവിടെ കൊണ്ടുപോയി മറമാടും എന്നത് നമ്മുടെ ഒരു രീതിയാണ്. എന്നാ നിങ്ങൾ നോക്കണം, അതിൽ പലപ്പോഴും അപകടം സംഭവിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സാലിഹീൻ. നിങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ മനുഷ്യനെ മറമാടണേ. സ്വഹാബികൾ ചോദിച്ചു, നബിയെ അതെന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, സ്വഹാബ, ഇന്നൽ മയ്യിത യതഅല്ലാ ബിൽ ജാരിസ്സൂ. ചീത്ത അയൽവാസിയാണെങ്കിൽ, തൊട്ടടുക്കൽ കിടക്കുന്നയാൾ ദുർമാർഗിയാണെങ്കിൽ ഇയാൾക്ക് ലഭ്യമാകുന്ന ശിക്ഷയുടെ ദുരന്തമുണ്ടാകും. അല്ല നബിയെ, അതെങ്ങനെ സംഭവിക്കാനാണ്? മരിച്ചു കഴിഞ്ഞാലും അയൽവാസിയായ കബറാളി തൊട്ടടുക്കലുള്ളയാൾക്ക് പ്രയാസം സൃഷ്ടിക്കുമോ? സത്യസന്ധനായ നബി തിരുമേനി മറുപടി പറയുകയാണ്, ജീവിച്ചിരിക്കുന്ന ഒരാൾ എങ്ങനെയാണോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതുപോലെ മരിച്ച ഒരാളും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അവസ്ഥ, ഏതിലൂടെയാ നമ്മുടെ മയ്യിത്ത് കൊണ്ടുപോവുക? ഈ റോഡുകളിലൂടെ, ഈ ഊടുവഴികളിലൂടെ, ആളുകൾ ആരാണെന്നോ എങ്ങനെയാണെന്നോ പരിഗണിക്കാത്ത നാട്ടിലൂടെ. എന്നാൽ ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കാരം ഞങ്ങൾ നിർവഹിക്കുന്നത് ഒരു സുബ്ഹിയുടെ ശേഷമാ. എവിടെ വെച്ചാ മയ്യിത്ത് നിസ്കരിക്കുന്നതെന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലെ സ്വർഗം എന്ന് പഠിപ്പിച്ച ഇടത്ത് വെച്ചാണ്. ആ സ്വർഗം കാണാൻ ലോകത്തുള്ള മുഅ്മിൻ മോഹിക്കുകയാണ്. അവിടെ എത്തിയാൽ ആ സ്വർഗത്തിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ ഏതൊരാളുടെയും മനസ്സ് തുടിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ ഏതൊരാളും കൊതിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നത്. ആരാ ഇമാമ നിൽക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പിൻഗാമിയായി, വിശുദ്ധമായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പിൻഗാമിയായി മദീന പള്ളിയിൽ ഇന്ന് ഇമാമ നിൽക്കുന്ന ഒരാളാ ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. എത്രയാളാ നിസ്കരിക്കുന്നതെന്നറിയോ? നിങ്ങൾ മയ്യിത്ത് മരിച്ചാൽ എത്രയാൾ നിസ്കരിക്കാനുണ്ടാകും മുഅ്മിനെ? നിങ്ങൾ പറയും ഒരു 500 ആള്, 1000 ആള്, ഒരു 2000 ആള്. എന്നാൽ മദീന പള്ളിയുടെ പുറത്തുകൂടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്ത്രീയുടെ മയ്യിത്ത് നിസ്കരിക്കാനുള്ളത്. നിസ്കാരം കഴിഞ്ഞോ ഞങ്ങൾ മയ്യിത്ത് പിടിക്കാൻ ചൊല്ലുമ്പോ ഞങ്ങൾക്ക് ആ കട്ടില് കിട്ടിയില്ല. ഒരു ഇറാനി, കറുത്ത ഒരു നീണ്ട ഒരു ദൃഢഗാത്രനായ ഒരു സുഡാനി, ഇവർ 2 പേരും ആ മയ്യിത്തുമായി തോടുകയാ. ഏതിലൂടെയാ കൊണ്ടുപോകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിന്റെ മുമ്പിലൂടെയാ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുകൾക്ക് മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത്. തീർന്നില്ല മുഅ്മിനേ,
എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? വിശുദ്ധമായ ജന്നത്തുൽ ബഖീഇലേക്കാ. ആരാ ജന്നത്തുൽ ബഖീഇലുള്ളത്? ഫാത്തിമ ബീവി എവിടെയാ ഉള്ളത്? ആയിഷ ബീവി എവിടെയാ ഉള്ളത്? ഹഫ്സ ബീവി എവിടെയാ ഉള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെവിടെയാ ഉള്ളത്? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട മക്കൾ എവിടെയാ ഉള്ളത്? ഇബ്രാഹിം എന്ന കുട്ടിയുടെ ഖബർ എവിടെയാ ഉള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഖബർ എവിടെയാ ഉള്ളത്? 10,000 വരുന്ന സ്വഹാബത്തുൽ കിറാം മറിഞ്ഞു കിടക്കുന്ന ഏറ്റവും ഉത്തമരായ അയൽവാസികളുള്ളവരാ പള്ളിക്കാട്ടിൽ എവിടെയാ കിടക്കുന്നത്? ജന്നത്തുൽ ബഖീഇലാ കിടക്കുന്നത്. ഈ സ്ത്രീയുടെ മയ്യിത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ മറമാടി, ഞങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറയുകയായിരുന്നു ഈ പെണ്ണിന്റെ ഭാഗ്യത്തെക്കുറിച്ച്. ഇതേതെങ്കിലും സമ്പന്ന തറവാട്ടിൽ പിറന്ന പെണ്ണല്ല, മക്കൾ പണക്കാരായതുകൊണ്ട് ഉമ്മയെ പറഞ്ഞയച്ചതല്ല. ഭർത്താവ് ഭാര്യയോട് നീ ഒന്ന് ഉംറയ്ക്ക് പോയി വാ, ഹജ്ജിന് പോയി വാ എന്ന് പറഞ്ഞയച്ചതല്ല. എന്തുകൊണ്ടെന്നാൽ ആ പെണ്ണിന് ഭർത്താവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മക്കളും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ ജില്ലയിലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടില് വർഷങ്ങളോളം അടുക്കളപ്പണി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ എനിക്കൊരു 3 സെന്റ് ഭൂമി വേണം, എനിക്കൊരു വീട് വെച്ച് തരണമെന്ന് പറഞ്ഞാൽ അയാളത് ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ ചെയ്തത് എനിക്കൊന്ന് മക്കത്ത് പോകണം, എനിക്കൊന്ന് മദീനത്ത് പോകണം, എനിക്കെന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയൊന്ന് കാണണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ പണം കൊടുത്തതാ. എന്തൊരു സൗഭാഗ്യമാണ്! മദീനയുടെ മണ്ണിന്റെ ചുവട്ടിലായി അള്ളാഹു സൗഭാഗ്യം കൊടുത്തു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖബർ കുഴിക്കുന്ന ആളോട് ഞാൻ ഈ അടുക്കലൊരിക്കൽ സംസാരിക്കുകയുണ്ടായി. അയാൾ ഖബർ കുഴിക്കുന്നയാളാ. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഖബർ കുഴിക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റുള്ള ഖബറുകൾ എന്ന് പറഞ്ഞാൽ ഖബറിങ്ങനെ കുഴിച്ചു കുഴിച്ചു പോയി നിങ്ങൾ മൂടുകല്ല് കണ്ടിട്ടുണ്ടോ? എന്നോട് അയാൾ പറയുകയാണ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു 100 കൊല്ലം മുമ്പാണ് നമ്മുടെ പിതാവിന്റെ പിതാവിന്റെ പിതാവ് മരിച്ചുപോയതെങ്കിൽ ആ ഖബർ പിന്നെ പേരക്കിടാങ്ങളായ നമ്മൾ ഓർക്കുന്നില്ല മുഅ്മിനേ. നമ്മുടെ വല്യമ്മയുടെ ഖബർ നമ്മൾ ഓർക്കുന്നില്ല എന്നതുപോലെ നമ്മുടെ ഖബറുകൾ എവിടെയാണ്, അതെങ്ങനെയാണെന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഓർക്കാൻ ആളുണ്ടാവില്ല. എന്നാൽ വിശുദ്ധമായ മദീനയുടെ മണ്ണിന്റെ ചുവട്ടിലായാൽ കോടാനക്കോടി വിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹത്തിന് തേടുകയല്ലേ. തൊട്ടടുക്കലുള്ളത് സ്വഹാബികളല്ലേ, തൊട്ടടുക്കലുള്ളത് മഹാരഥന്മാരല്ലേ, തൊട്ടടുക്കലുള്ളത് ലോകത്തിന്റെ അമ്പിളിത്തിങ്കൽ തെളിചന്ദ്രബിംബം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾക്ക് മദീനയിൽ മരിക്കാൻ കഴിയുമെങ്കിൽ ഫല്യമുത്ത് ബിഹാ, അവൻ അവിടെ വെച്ച് ആ മരണം പ്രാപിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവന് മറ്റൊരു ഗുണം കൂടെയുണ്ട്. ഫഇന്നീ അശ്ഫഉ ലിമൻ യമൂതു ബിഹാ, അവിടെ മരണപ്പെടുന്ന ആളുകൾക്ക് ഞാൻ എന്റെ ശഫാഅത്ത് കൂടെ നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുക ആ മദീന കാണാൻ, ആ മദീനയിൽ പോകാൻ. നബിക്ക് വലിയ ഇഷ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ ഈ മദീന ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കി തരണമേ. കഹുബ്ബിനാ മക്കത ഔ അശദ്, മക്കയോട് ഞങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ ഇഷ്ടവും വലിയ സ്നേഹവും ഈ മദീനയോട് ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരണമേ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നാട് മക്ക തന്നെയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം.
പരിശുദ്ധമായ കഅബയുള്ള മഖാമു ഇബ്രാഹീമുള്ള മക്ക തന്നെയാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നാടെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും പുണ്യം നിറഞ്ഞ മണ്ണ് മുത്തുനബിയുടെ വിശുദ്ധമായ ശരീരം ചേർന്ന് കിടക്കുന്ന റൗളയിലെ പുണ്യമണ്ണാണ്. മദീന ജാക്കെ ഹം സംജേ തഖദ്ദുസ് കിസ്കോ കഹ്തേ ഹൈ ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. മദീനയിൽ പോയിട്ടാണ് എനിക്ക് മനസ്സിലായത് എന്താണ് അന്തരീക്ഷത്തിന്റെ സുഗന്ധമെന്ന്. അല്ലാമ ഇഖ്ബാൽ പറയാം, മുഅ്മിനീങ്ങളെ, ഈ മദീനയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം അത് സ്നേഹത്തിന്റെ പാഠമാണ്. അത് മാതൃകയുടെ പാഠങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ജൂതന്മാർ മദീനയിലുണ്ടായിരുന്നു. മദീനയിലുണ്ടായിരുന്ന വലിയ ഒരു വിഭാഗമായിരുന്നു ജൂതന്മാർ. മദീനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, ജൂതന്മാർ പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് എന്നീ രണ്ട് ഗോത്രങ്ങളോട് പറയുമായിരുന്നു, മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ നബി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ നബിയെ പിൻപറ്റുകയും ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്നവർ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ജൂതന്മാർ നബി തിരുമേനിയെ നിരാകരിച്ചു. നബിയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു ഇത് നബി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു ഇത് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതവരുടെ സ്വഭാവമാണ്, അതവരുടെ രീതിയാണ്. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അവർ ദീനിന്റെ ശത്രുക്കളാണ്, അവർ നബിയുടെ ശത്രുക്കളാണ്. നോക്കൂ നിങ്ങൾ, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി കേന്ദ്രം അത് ജൂതന്മാരുടെ ബുദ്ധി കേന്ദ്രമാണ്. അവർ എണ്ണത്തിൽ വളരെ കുറവാണ്. നോബൽ സമ്മാനം ഇത്രയും കാലം ലഭ്യമായവരുടെ എണ്ണം നിങ്ങൾ നോക്കൂ. ജൂതന്മാരാണ് ഏറ്റവും വലിയ ബുദ്ധിമാനികൾ. അവരാണ് ജൂതന്മാരാണ് മുഴുവൻ ആയുധങ്ങളുടെയും നിർമ്മാതാക്കൾ. ജൂതന്മാരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. ജൂതന്മാരാണ് ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ലോക ബാങ്കുകളുടെയൊക്കെ മേധാവിത്വമുള്ളത് ജൂതന്മാർക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ശക്തിയെല്ലാം ഉപയോഗിച്ചാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഇന്ന് ജൂതന്മാർ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതവർ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അതിന്റെ തുടക്കമായിരുന്നു പരിശുദ്ധമായ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ നബിയെ മനസ്സിലാക്കിയിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ അംഗീകരിക്കുവാൻ തയ്യാറായില്ല എന്നത്. ജൂതന്മാർക്കിടയിൽ വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. വലിയ വേദപണ്ഡിതനായിരുന്നു, നന്നായി അറിവുള്ളയാളായിരുന്നു. അദ്ദേഹം പിന്നീട് നബിയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി. അദ്ദേഹം പറയുകയാണ്, അവ്വലുമാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി മദീനയിലേക്ക് വന്നപ്പോൾ ഇൻഫജലന്നാസു ഇലൈഹി, നബിയെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ മുഴുവൻ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മുഹമ്മദ് നബിയുടെ അടുക്കൽ എത്തി. ഞാനുമുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഫകുന്തു ഫീമൻ ജാഅ, നബിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഞാനുമുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഫലമ്മാ തഅമ്മൽതു വജ്ഹ, അങ്ങനെ നബിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ, എന്റെ യുവാക്കളെ, സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വാചകമാണ്. ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം മുസ്ലിമായിരുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ നബിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, അലിംതു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്
മുഹമ്മദ് നബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു കള്ളം പറയുന്ന ആളുടെ മുഖമല്ല. ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ട ഒരു വാചകമാണ്. നബിയുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു നുണ പറയുന്ന ആളുടെ മുഖമല്ല. അല്ലേ? ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് മനുഷ്യരുടെ മുഖത്തേക്കാണ്. നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ മുഖമാണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടൊരു പുസ്തകം വരെ ഇന്ന് വ്യാപിയാണ്. ആ പുസ്തകമില്ലാത്തവരുടെ ഒരാളും ഇവിടെ ഉണ്ടാവില്ല. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുഖം കാണിക്കുന്ന പുസ്തകം, മുഖപുസ്തകം. ഫേസ്ബുക്ക് എന്നൊക്കെ പറയും നമ്മൾ. എല്ലാവരും അതിന്റെ ആളുകളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ആ മുഖം എങ്ങനെയാവണം, അതെങ്ങനെയാവരുത്. അതിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു കള്ളം പറയുന്ന ആളുടെ മുഖമല്ല എന്ന്. അള്ളാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് മുഖം വൃത്തിയാക്കാൻ പറഞ്ഞത്, നിസ്കാരത്തിന്റെ ഭാഗമായി മുഖം കഴുകാൻ പറഞ്ഞത്, മീശ വെട്ടാൻ പറഞ്ഞത്, താടി നന്നാക്കാൻ പറഞ്ഞത്, മുഖം ഭംഗിയാക്കി വെക്കാൻ പറഞ്ഞത്, മറ്റുള്ളവരോട് മുഖം ചുളിക്കരുതേ എന്ന് പറഞ്ഞത്, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ മുഖത്ത് അഹങ്കാരം നീ കാണിക്കരുതേ എന്ന് പറഞ്ഞത്. ഒരിക്കലല്ലേ അള്ളാഹുവിന്റെ റസൂല് മുഖം ചുളിച്ചുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒന്ന് ചുളിഞ്ഞുപോയി. മനഃപൂർവമായിരുന്നില്ല. ഖുറൈശികളുമായി അള്ളാഹുവിന്റെ റസൂല് ചർച്ച നടത്തുകയാണ്. ആ ചർച്ച വിജയിച്ചാൽ ഖുറൈശികളിൽപ്പെട്ട പ്രമുഖർ ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്ന് നബി തിരുമേനിക്ക് താൽപര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവരുമായി സംസാരിക്കുമ്പോഴാണ് രണ്ട് കണ്ണുമില്ലാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരുന്നത്. സലാം പറഞ്ഞ് നബിയോട് പറയുന്നു, നബിയേ, അല്ലിന്നീ മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു തആല അങ്ങേക്ക് പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും ഒരു വിജ്ഞാനം എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. നബിക്കത് ഇഷ്ടമായില്ല. കണ്ണില്ലാത്തയാളാണ്. ഈ സന്ദർഭത്തോട് യോജിക്കാത്ത രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ചോദിച്ചത് കാര്യമാണ്. മറുപടിയില്ലെന്ന് കണ്ടപ്പോൾ രണ്ടാമതും അബ്ദുള്ള പറയുകയാണ്, നബിയേ, എനിക്ക് അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. സഹോദരന്മാര് ചിന്തിക്കേണ്ടവരാണ്. അനുജൻ ഒരുപക്ഷേ ദരിദ്രനായിരിക്കാം, ജ്യേഷ്ഠൻ ഒരുപക്ഷേ ദരിദ്രനായിരിക്കാം. നിന്റെ വീട്ടിലേക്ക് ഒരാവശ്യത്തിന് കയറി വരുമ്പോ നീ കണ്ടില്ലെന്ന് നടിക്കുന്ന സ്വഭാവക്കാരനാണോ? അവനെ നീ അവഗണിക്കുന്നവരാണോ? മുഖത്ത് വെറുപ്പ് പരത്തുന്നവരാണോ? പിതാവോ മാതാവോ ഒരാവശ്യത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ വന്നാൽ അവരെ അവഗണിക്കുന്ന സ്വഭാവമുള്ളവരാണോ? നോക്കണം നിങ്ങൾ. ഒരു കണ്ണുപൊട്ടനായ കുരുടനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ അവഗണിച്ചപ്പോൾ, നബി തിരുമേനി മുഖം ചുളിച്ചപ്പോൾ അല്ലാഹു തആല അതിന് നബിയെ ശാസ്ത്രയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു ഇസ്റാ ഔ യذكറു ഫതൻഫഅഹു الذിക്റാ. നബിയേ, ഈ കുരുടൻ വന്നപ്പോൾ, കണ്ണില്ലാത്ത അബ്ദുള്ള വന്നപ്പോൾ നിങ്ങൾ മുഖം ചുളിച്ചുവല്ലേ, നിങ്ങൾ പിരിഞ്ഞുകളഞ്ഞുവല്ലേ? ആ കണ്ണുപൊട്ടൻ താങ്കളുടെ വർത്തമാനം കേട്ട് സംശുദ്ധനായാലോ ലോകാവസാനം വരെ നിരന്തരമായി പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധമായ വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്, ആക്ഷേപസ്വരത്തിൽ സംസാരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി. പിന്നെ എപ്പോൾ അബ്ദുള്ളയെ കണ്ടാലും ലോകത്തിന്റെ നായകൻ എഴുന്നേൽക്കുമായിരുന്നു.
അന്തല്ലദീ ആതബനില്ലാഹു ഫീക്. അല്ലാഹു തആല താങ്കളുടെ കാര്യത്തിൽ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അബ്ദുള്ളയെ തന്റെ ശരീരത്തോട് ചേർക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖുറൈശികളുമായി സംസാരിക്കുകയാണ്. അവർ വന്നപ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് പട്ടിണിപ്പാവങ്ങളാണ്. ഈ പട്ടിണിപ്പാവങ്ങൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു. അവർ കൊടുക്കാൻ നല്ല ഒരു വസ്ത്രമുണ്ടായിരുന്നില്ല. ചില ആളുകൾക്കുണ്ടായിരുന്നത് ഒരു തുണി മാത്രമാണ്. ആ തുണി അവരുടെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അവർ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും പ്രയാസപ്പെട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരിക്കുന്ന പട്ടിണി പാവങ്ങളെ നോക്കിക്കൊണ്ട് ഈ ഖുറൈശി പൗരപ്രമുഖന്മാരായ ആളുകൾ പറയുകയാണ്, മുഹമ്മദേ, ഞങ്ങൾ നിന്നോട് സംസാരിക്കാം, പക്ഷേ ഇവർ ദൂരേക്ക് പോയിരിക്കണം. ഞങ്ങളൊക്കെ വലിയ ആളുകളാണല്ലോ, ഇവരുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുക എന്നത് ഞങ്ങളുടെ യോഗ്യതക്കൊരു കുറവാണ്. അതുകൊണ്ട് അവര് ദൂരെ പോവുകയാണെങ്കിൽ ഞങ്ങൾ താങ്കളോട് സംസാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബികളെ ഒന്ന് നോക്കിയപ്പോൾ അവർ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. നബിയുടെ സദസ്സിൽ നിന്നവർ ദൂരേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഖുറൈശികളുമായി സംസാരിക്കാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് അവിടുന്ന് നിശബ്ദനായി. അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവിടുത്തേക്ക് വഹി ഇറങ്ങുകയായിരുന്നു. വലാ തത്റുബില്ലദീന യദഊനല്ലാഹ്, അല്ലാഹുവിനെ രാവിലും പകലിലും ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പടച്ച തമ്പുരാന് വേണ്ടിയിട്ട് നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഇബാദത്ത് ചെയ്യുന്ന ഈ നല്ല മനുഷ്യന്മാരെ നബിയേ, ഈ ദുർമാർഗികൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ആട്ടിക്കളയരുത് റസൂലേ. നബിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. റസൂലുള്ള അവിടുന്ന് എഴുന്നേറ്റു. മൂലേക്ക് മാറിയിരിക്കുന്ന റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ, ബിലാലും ഖബ്ബാബും ഹുബൈബും, അവരുടെ അടുക്കൽ ചെന്നു. അവരെ ഓരോരുത്തരെയും ദുർഗന്ധം വമിക്കുന്ന ദരിദ്രരായ, ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത പട്ടിണിപ്പാവങ്ങളെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അവരെ കെട്ടിപ്പിടിച്ചു. ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ പിരിയില്ല, നിങ്ങൾ എന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് അവരെ ആശ്ലേഷിച്ചു. മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് നബിയുടെ മുഖം. അവിടെ വെറുപ്പില്ല മുഅ്മിനേ, അവിടെ വിദ്വേഷമില്ല, അവിടെ സ്നേഹമേ ഉള്ളൂ. അബ്ദുല്ലാഹ് ബിനു സലാം എന്നവർ പറയുകയാണ്, റസൂലുള്ളാഹിയെ ഞാൻ ആദ്യമായി കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി, ഹാദാ ലൈസ ബിവജ്ഹി കല്ലാബ്, ഇതൊരിക്കലും ഒരു കള്ളം പറയുന്ന ആളുടെ മുഖമല്ലല്ലോ. അങ്ങനെ നബി എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് അവിടുത്തെയുടെ ചെഞ്ചുണ്ടുകൾ മന്ത്രിക്കുന്നത്? ഞാനിങ്ങനെ നോക്കിയപ്പോ അവിടുന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന വചനമേതാണ്? അവിടുന്ന് പറയുന്നു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. ആദ്യമായിട്ട് പറയാണ്, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. വഅത്ഇമുത്ത്ആം, നിങ്ങൾ ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുകയും വേണം. നിങ്ങൾ രാത്രി നിസ്കരിക്കണം. വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾ സുരക്ഷിതമായി ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അബ്ദുല്ലാഹ് ബിൻ സലാം മുസ്ലിമായി. മദീനയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ആ മദീന നിവാസികൾ നൽകിയ സ്നേഹത്തിന്റെ ചരിത്രമാണ്. അവർ നൽകിയ ആ നന്മയുടെ ചരിത്രബോധമാണ്.
ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിനുള്ള വീടുണ്ടല്ലോ, ആ വീട് അള്ളാഹു തആല നേരത്തെ തന്നെ ഒരുക്കി വെച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മദീന തുബ്ബ എന്ന രാജാവ് ആക്രമിക്കുകയാണ്. മദീന തകർത്ത് തരിപ്പണമാക്കിയ അദ്ദേഹം ഖുർആനിൽ പേര് പറയപ്പെട്ട രാജാവാണല്ലോ തുബ്ബ രാജാവ്. ഈ രാജാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ആക്രമണം നടന്നു. ജൂതന്മാരും അവിടെയുള്ള പൗരപ്രമുഖരും അവിടെയുള്ള ഔസ് ഖസറജ് എല്ലാവരും പരാജയപ്പെട്ടപ്പോൾ രാജാവും പരിവാരങ്ങളും ഈ നാട്ടിൽ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഈ രാജാവിന് അതികഠിനമായ രോഗം ബാധിക്കുകയാണ്. ഒരുപാട് ചികിത്സ നടത്തിയിട്ടും രോഗം സുഖപ്പെടുന്നില്ല. അവസാനം പുരോഹിതന്മാർ, രാജാവിന്റെ കൂടെയുള്ള പുരോഹിതന്മാർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ ഈ അസുഖം മരുന്നുകൾ കൊണ്ട് സുഖപ്പെടുന്ന അസുഖമല്ലല്ലോ. രാജാവ് ചോദിച്ചു, എന്താ കാര്യം? അവർ പറഞ്ഞു, നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് മദീന എന്ന ഈ നാടിനെയാണ്. പുണ്യം നിറഞ്ഞ നാടാണിത്. കാലങ്ങൾക്ക് ശേഷം ഈ നാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട്, ഒരു നബി വരാനുണ്ട്. ആ നബി തിരുമേനി ഈ നാട്ടിൽ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടിനെയാണ് നിങ്ങൾ തകർത്തിരിക്കുന്നത്. നിങ്ങൾ ഈ നാട് ഒഴിവാക്കിയാൽ നിങ്ങളുടെ അസുഖവും സുഖപ്പെടും എന്ന് പറഞ്ഞു. രാജാവ് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ നാട് ഞാൻ ഈ നാട്ടുകാർക്ക് തന്നെ പുനർനിർമ്മിച്ചു നൽകും. അത് ചെയ്യുന്ന കൂട്ടത്തിൽ രാജാവ് ഒരു പണി കൂടെ ചെയ്തു. മനോഹരമായ ഒരു വീടുണ്ടാക്കി, 2 നിലയുള്ള ഒരു വീട്. ആ വീടിനെ നോക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞത്, എന്നാണോ മുഹമ്മദ് നബി ഈ നാട്ടിലേക്ക് വരുന്നത്, അങ്ങനെ വന്നാൽ അന്ന് ഈ വീട്ടിൽ മുഹമ്മദ് നബിക്ക് താമസിക്കാനുള്ള അവസരം നൽകണം. രാജാവ് കൂട്ടത്തിലൊരാളെ ഈ വീട് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു. കാലം കടന്നുപോയി. ഓരോരുത്തരാ വീട് നോക്കി. ഈ റബീഉൽ അവ്വലിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുമ്പോൾ ആ മദീനയിലുള്ള വീടിന്റെ നോട്ടക്കാരൻ ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട അബൂ അയ്യൂബൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ വീടിന്റെ നോട്ടക്കാരൻ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹാധിക്യം കൊണ്ട് ആ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുകയാണ്. ഹിജ്റയുടെ ചരിത്രമാ സ്നേഹത്തിന്റെ ചരിത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പരസ്പരം ഓരോരുത്തരെ കാണുമ്പോഴും ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ആരെ കണ്ടാലും അവരോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തും, ദീനിനെ പരിചയപ്പെടുത്തും. പ്രത്യേകിച്ച് ഹജ്ജിന്റെ കാലമായാൽ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ ഇസ്ലാമിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, തന്നെക്കുറിച്ച്, ആഖിറത്തിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. ചില ആളുകൾ വിശ്വസിക്കും, അവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയിട്ട് തന്റെ സമുദായത്തെ മുഴുവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ഹിജ്റ 10 മദീനയിൽ നിന്ന് വന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു, ധാരാളം സംസാരിച്ചു. അവരിൽപ്പെട്ട ചില ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ബോധ്യമുണ്ടായി. അവർ പരസ്പരം പറഞ്ഞു, ജൂതന്മാർ വരാനുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഈ നബിയാകാം, നമുക്ക് ഈ നബിയിൽ വിശ്വസിച്ചാലോ? കുറച്ചാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. ഹിജ്റയുടെ 12-ാം വർഷം ഖസ്റജ് ഗോത്രത്തിലെ 10 പേർ വന്നു, ഔസ് ഗോത്രത്തിലെ 2 പേർ വന്നു. അങ്ങനെ 1ാമത്തെ അഖബ ഉടമ്പടി ഉണ്ടായി. ഹിജ്റയുടെ 12-ാം വർഷം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു തരാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ മദീനയിലേക്ക് അയച്ചു തരണം. അയച്ചു കൊടുത്തു ഒരാളെ. ആ ആൾ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു.
മിസ്അബ് ബിൻ ഉമൈർ അങ്ങോട്ട് ചെന്നു. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഓരോ വീടുകളിലും മിസ്അബ് കയറിയിറങ്ങി. തോട്ടത്തിലിരുന്നു കൊണ്ട് ഓരോ രാവിലും പകലിലും വിശുദ്ധ ഖുർആൻ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രമുഖരായ രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും അവരുടെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്താണ് മിസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന സശബ്ദം ഇവരിലേക്ക് കേൾക്കുന്നത്. സഅദ് ബിൻ മുആദ് കൂടെയുള്ള ഉസൈദിനോട് പറഞ്ഞു, മക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ചിലർ കടന്നു വന്നിരിക്കുന്നു. അവർ നമ്മുടെ നാടിനെ കുഴപ്പത്തിലാക്കുകയാണ്. നീ അവരുടെ അടുക്കലൊന്ന് ചെന്ന് അവരെ ഒന്ന് ഉപദേശിക്കും. അവർ കേൾക്കുന്നില്ലെങ്കിൽ താങ്കളുടെ കയ്യിലുള്ള വാളുകൊണ്ട് അവരെ നേരിടുകയും ചെയ്യൂ എന്ന് പറയുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു ഉസൈദ് ബിൻ ഹുലൈറിനോട്. ഉസൈദ് ബിൻ ഹുലൈർ അങ്ങോട്ട് ചെന്നു. ബഹുമാനപ്പെട്ട മിസ്അബിനോട് സംസാരിച്ചു. മിസ്അബിനോട് പറഞ്ഞു, നിങ്ങൾ ഇത് നിർത്തണം. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ളവരെ വഴിതെറ്റിക്കരുത്. നിങ്ങൾ തിരിച്ചു പോകണം. മിസ്അബ് ചോദിച്ചു, സഹോദര, നിങ്ങളൊന്നിരിക്കുമോ ഇവിടെ? ഇരുന്നു. ഖുർആനിന്റെ മനോഹരമായ വചനങ്ങൾ ഓതിക്കൊടുത്തു. മനസ്സുമാറി. ഒന്ന് കുളിച്ചു വരൂ. കുളിച്ചു വന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി ഏതാനും സമയം കൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് പ്രിയപ്പെട്ട ഉസൈദ് ബിൻ ഹുലൈർ എന്നയാൾ മുസ്ലിമായി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പിന്നീട് നിരവധി സംഭവങ്ങൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സംഭവമുണ്ടല്ലോ, അത് ഈ ഉസൈദ് ബിൻ ഹുലൈറിന്റെ സംഭവമാണ്. തിരിച്ചു ചെന്നു സഅദിന്റെ അടുക്കലേക്ക്. സഅദ് പറഞ്ഞു, ഉസൈദ്, നീ പോയതുപോലെയല്ലല്ലോ തിരിച്ചു വരുന്നത്, മുഖഭാവമാകെ മാറിയിട്ടുണ്ടല്ലോ. പറഞ്ഞു സഅദ്, തിരിച്ച് നീ ഒന്ന് ചെന്ന് നോക്കൂ സഅദ്, എന്താണ് അവസ്ഥ എന്ന് നോക്കൂ. സഅദ് ചെന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായി പിൽക്കാലത്ത് മാറിയല്ലോ. അറിയാമല്ലോ നിങ്ങൾക്ക്, ബദർ യുദ്ധത്തിന്റെ മുഹൂർത്തം. ബദർ യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. 313 ആളുകൾ, അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ബദറിന്റെ ആ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവർ നബിയോടുകൂടെയുണ്ട്. നബിക്ക് വിവരം കിട്ടി, 1000-ഓളം വരുന്ന ആളുകൾ സർവ്വ ആയുധങ്ങളുമായിട്ട് തങ്ങളെ നേരിടാൻ വേണ്ടി വരുന്നുണ്ട്. എന്തു ചെയ്യണം? അനുയായികളോട് സംസാരിച്ചു, സ്വഹാബികളോട് സംസാരിച്ചു. സ്വഹാബികളെ, 1000-ഓളം വരുന്ന ആളുകൾ സർവ്വ ആയുധങ്ങളുമായി നമുക്കെതിരായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്തു ചെയ്യണം? ഒന്നുകിൽ നമുക്ക് അവരോട് പോരാടിയിട്ട് മരണം വരെ യുദ്ധം ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം, മദീനയിലേക്ക് തിരിച്ചു പോകാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ മരണം വരെ അങ്ങയോട് കൂടെ നിൽക്കാൻ തയ്യാറാണ്, യുദ്ധം ചെയ്യണം. നബിക്കതറിയാമായിരുന്നു. കാരണം മുഹാജിരീങ്ങളാണല്ലോ അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം നാട് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തവരാണ്. ശങ്ക ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അറിയേണ്ടിയിരുന്നത് അൻസ്വാരികളുടെ കാര്യമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചിട്ട് കൊല്ലങ്ങളെയായിട്ടുള്ളൂ, മാസങ്ങളെയായിട്ടുള്ളൂ, ഏതാനും ദിവസങ്ങളെയായിട്ടുള്ളൂ. ഇത് അവരുടെ നാടാണ്, അവരുടെ സംരക്ഷണയിലാണ് താനുള്ളത്. അവരുടെ അഭിപ്രായം അറിയാൻ അവരുടെ മുഖത്തേക്ക് റസൂലുള്ളാഹി കൂട്ടിൽ എഴുന്നേറ്റ് നിൽക്കുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിച്ചത്? പേടിക്കണ്ട നബിയേ, ഞങ്ങൾ അങ്ങയോടുകൂടെ യുദ്ധം ചെയ്യുവാൻ തയ്യാറാണ്. അങ്ങ് മുന്നോട്ട് പോകണം നബിയേ.
അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളുണ്ടാകും. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിലേക്ക് പോയാൽ അങ്ങയുടെ പിന്നാലെ ഞങ്ങളുണ്ടാകും. അങ്ങ് ഞങ്ങളുമായിട്ട് എവിടേക്കാണെങ്കിലും പോയാൽ അങ്ങയുടെ മുന്നിലും പിന്നിലും അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന് ബദർ രണാങ്കണത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് 14-ാം രാവിലെ പ്രഭയെപ്പോലും വെല്ലുന്ന മുഖം പോലെ സന്തോഷം കൊണ്ട് പ്രകാശിക്കുമാർ റസൂലുള്ളാഹി ആഹ്ലാദഭരിതനാക്കിയ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അടക്കം മുസ്ലിമായി അവർ മക്കയിലേക്ക് വരുന്നു. ഹിജ്റയുടെ 13-ാം വർഷം. നബിയേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. 85 ആളുകളുണ്ടായിരുന്നു. അഖബ ഉടമ്പടി, 2ാമത്തെ അഖബ ഉടമ്പടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിതൃവ്യനായ അബ്ബാസ് എന്നവരും ചെല്ലുകയാണ്. അവരോട് സംസാരിക്കുന്നു. കൈനീട്ടു. അവർ കൈനീട്ടി. നബിയോട് അവർ സന്ധി ചെയ്യുകയാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങളുടെ സർവത്തെക്കാളും ഞങ്ങളങ്ങയെ സ്നേഹിക്കും നബിയേ, ഞങ്ങളങ്ങയെ സംരക്ഷിക്കും. അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം യാ റസൂലല്ലാഹ്. നബി ആ ബൈഅത്ത് സ്വീകരിച്ചു. സന്തോഷമായി. പിരിയാൻ നേരത്ത് പ്രിയപ്പെട്ട സ്നേഹിതന്മാരായ അനുയായികൾ ചോദിക്കുകയാണ്, നബിയേ, അങ്ങ് മദീനയിൽ വന്നു, അങ്ങേക്ക് വലിയ വിജയങ്ങളുണ്ടായി, എല്ലാം അങ്ങയുടെ കീഴിൽ വന്നു. അങ്ങനെ അങ്ങ് ഏറ്റവും വലിയ വിജയിയായി മാറിയാൽ മദീനയെ ഒഴിവാക്കിയിട്ട്, ഞങ്ങളുടെ നാടിനെ ഒഴിവാക്കിയിട്ട് അങ്ങ് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരുമോ നബിയേ? നബിയോട് ചോദിക്കാണ്. ആദ്യമായിട്ട് നബിയെ കാണുന്ന ആളുകൾ. ഫതബസ്സമ, റസൂലുള്ളാഹി അവരോട് പുഞ്ചിരിച്ചു. പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഇനി എന്റെ നാട് നിങ്ങളുടെ നാടാണ്. അന മിൻകും, ഇനി ഞാൻ നിങ്ങളിൽപ്പെട്ടയാളാണ്. വ അൻതും മിന്നീ, നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ്. ഉഹാരിബു മൻ ഹാറബതും, നിങ്ങൾ ആരോട് യുദ്ധം ചെയ്യുന്നുവോ അവരോട് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. വ ഉസാലിമു മൻ സാലംതും, നിങ്ങൾ സന്ധി ചെയ്യുന്നവരോട് ഞാനും സന്ധി ചെയ്യാൻ തയ്യാറാണ്. നബിയെ ഏറ്റെടുത്തു. ശരീരം കൊണ്ട് ഏറ്റെടുത്തു, സമ്പത്ത് കൊണ്ട് ഏറ്റെടുത്തു. തങ്ങളുടെ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ക്ഷണിച്ചു വരുത്തി. നബി അവർ സ്നേഹിച്ചു. നമ്മളും നബിയെ സ്നേഹിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ ആ സ്നേഹം മാത്രമുണ്ടായാൽ പോരാ. നമ്മളുടെ ചർച്ച എന്താണ്? എങ്ങനെ, എത്ര വലിയ പോത്തിനെ ഇറക്കണം, എത്ര അരി ഉണ്ടാക്കണം, ജാഥയിൽ എങ്ങനെ കൊടിപിടിക്കണം, എത്ര നീളം വേണം നമ്മുടെ ജാഥക്ക്, മറ്റുള്ള നാടുകളെയൊക്കെ വെല്ലുന്ന പരിപാടി നടത്തണം. സ്നേഹമുണ്ടായതുകൊണ്ട് മാത്രമായില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഫലവും അതുകൊണ്ടുണ്ടാവില്ല. അത് വെറും ഒരു സ്നേഹമാണെങ്കിൽ, ബാഹ്യമായ ഒരു സ്നേഹമാണെങ്കിൽ. ഗൗരവത്തോടെ ഞാൻ പറയാം, അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അബൂ ത്വാലിബ് നബിയെ സ്നേഹിച്ചില്ലേ? വലിയ സ്നേഹമായിരുന്നില്ലേ? നബിയെ സംരക്ഷിച്ചില്ലേ? അബൂ ത്വാലിബ് പറഞ്ഞില്ലേ, മുഹമ്മദ് നീ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. അബൂ ത്വാലിബ് 100 വയസ്സ് കഴിഞ്ഞ് മരണത്തിന്റെ വക്രത്തിൽ കിടക്കുമ്പോ അള്ളാന്റെ റസൂല് ചെവിയിൽ മന്ത്രിച്ചു, പ്രിയപ്പെട്ട മൂത്താപ്പ ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാക്കി കാര്യം ഞാനേറ്റു. ആ ഒരു വാചകം പറഞ്ഞാൽ മതി. പറഞ്ഞു അബൂ ത്വാലിബ്, ഇല്ല മുഹമ്മദ്, കഴിയില്ല. എന്നെക്കുറിച്ച് കുറൈശികൾ ഞാൻ ഭീരുവാണെന്ന് പറഞ്ഞാലോ? ദുരഭിമാനിയായ അബൂ ത്വാലിബ്, നബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന അബൂ ത്വാലിബ്, ആ മരണം റസൂലുള്ളാഹിയുടെ കണ്ണുകൾ നിറച്ച മരണമാണ്, ഹൃദയത്തെ വേദനിപ്പിച്ച മരണമാണ്. നബിയോട് വലിയ സ്നേഹമുണ്ടായി, പക്ഷേ നബിയിൽ വിശ്വാസം ഉണ്ടായില്ല, നബിയെ പിൻപറ്റിയില്ല. അതുകൊണ്ട് ആ സ്നേഹം ഫലവത്തായില്ല, അല്ലേ? എത്ര കവികൾ നബിയെക്കുറിച്ച് എഴുതി, എത്ര ഗ്രന്ഥകാരന്മാർ നബിയെക്കുറിച്ച് എഴുതി. പാടുക പാടുക
ശാരദ ശാരികെ പാടലധരി നീ ഇമ്പമോടെ പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരുതാൻ അർഹനർഹൻ ആരുതാൻ അർഹനർഹൻ. യശശരീരനായ ഇക്കിരി കൃഷ്ണൻ എന്ന കവിയാണ് എഴുതിയത്. അല്ലേ? എന്റെ അടുത്തൊരു പുസ്തകമുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത കവികൾ നബിയെക്കുറിച്ച് പറഞ്ഞ, നബിയെക്കുറിച്ച് എഴുതിയ കവിതകൾ മാത്രം ഉൾക്കൊള്ളുന്ന കവിതാ പുസ്തകം. അല്ലേ? സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക. നമ്മുടെ നാട്ടുകാരനായ സുകുമാർ കക്കാടിന്റെ വരികളാണ്. തമ്മീലടിച്ചും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. പാംസുസ്നാനം നബിയുടെ ജീവിതത്തിലെ മുഹൂർത്തങ്ങളെ കൂർത്തിണക്കിയിട്ട് മലയാളത്തിലെ കവിശ്രേഷ്ഠനായ വള്ളത്തോൾ നാരായണ മേനോൻ കവിത എഴുതിയിട്ടുണ്ട്. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസരേബിയക്കാർ. കുറുമ്പു മാറാത്ത കുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്രമൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. എത്രയോ ലോകപ്രശസ്തരായ ഓറിയന്റലിസ്റ്റുകൾ നബിയുടെ കഥ എഴുതിയിട്ടുണ്ട്, മലയാളത്തിലെ കഥ എഴുതിയിട്ടുണ്ട്, ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. കാര്യമില്ല മുഅ്മിനേ, എന്തേ അവർ നബിയെ പിൻപറ്റുന്നില്ല? അവർ നബിയെ സ്നേഹിക്കുന്നു എന്ന് മാത്രം. ഇനി ഒരാൾ നബിയെ പിൻപറ്റി അയാൾ നബിയെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടും കാര്യമില്ല. ചില വിഡ്ഢികളുണ്ടങ്ങനെ. അവർ റബീഉൽ അവ്വൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാ. മൗലിദോദാൻ അവർക്ക് പറ്റില്ല, റസൂലുള്ളാഹിയുടെ പേരിൽ ജാഥ നടത്താൻ അവർക്ക് പറ്റില്ല. വിശുദ്ധമായ പള്ളികളിൽ നിന്ന് റബീഉൽ അവ്വൽ 12ന്റെ ആ പരിശുദ്ധമായ രാവിലെ മുത്തുനബിയോടുള്ള സ്നേഹം, ഇതൊന്നും പോരല്ല റബ്ബേ, ഇതൊന്നും തികയില്ലല്ലോ, ഇതൊന്നും ഞങ്ങൾക്ക് മതിയാവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് ചൊല്ലുമ്പോ അത് സഹിക്കാൻ അവർക്ക് പറ്റൂല, ജാഥ നടത്താൻ അവർക്ക് പറ്റൂല. അതിനെ അവർ ആക്ഷേപിക്കുകയാണ്, അതിനെ അവർ നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതെന്തിന്റെ തെളിവാ? അവർ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നുണ്ട്, ശരിയാണ്, പക്ഷെ അവർ നബിയെ സ്നേഹിക്കുന്നില്ല. ഒരു പക്ഷേ നബി ഇത് ആഘോഷിച്ചിട്ടുണ്ടാവില്ല, നബി ജാഥ നടത്തിയിട്ടുണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂല് പോത്തറുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ കൊണ്ടാടിയിട്ടുണ്ടാവില്ല. സ്വഹാബികൾ കൊണ്ടാടിയിട്ടില്ല എന്ന് തന്നെ വിചാരിക്ക്. നമ്മൾ മാതൃക നോക്കിയിട്ടല്ല സ്നേഹിക്കുന്നത് മുഅ്മിനെ, നമ്മൾ ഈ സ്നേഹത്തിന് പോരാന്ന് വിചാരിച്ചിട്ട് സമർപ്പിക്കുകയാ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, സ്വഹാബി മാതൃക നോക്കിയിട്ടാണോ റസൂലുള്ള ഒളുവെടുക്കുമ്പോ ആ ഒളുവെടുക്കുന്ന വെള്ളത്തിന്റെ ഒരിറ്റുപോലും ഭൂമിയിലെ കുറ്റിപ്പോകരുത് എന്നവർ ചിന്തിച്ചത്? ഏത് മാതൃക നോക്കിയിട്ടാ? റസൂലുള്ളാഹിന്റെ രക്തം കുടിച്ചില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? എന്തേ അബ്ദുല്ലാ നീ രക്തം കുടിച്ചത് എന്ന് ചോദിക്കുമ്പോ, നബിയേ എന്റെ ശരീരം നരകത്തെ തൊടുന്നില്ലല്ലോ. നീ വിശ്വണേ, നബിയുടെ വിയർപ്പ് കണങ്ങൾ അവിടുത്തെ നെറ്റിയിൽ നിന്ന് ഒപ്പിയെടുത്തില്ലേ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ? അതൊരു കുപ്പിയിൽ സൂക്ഷിച്ചില്ലേ? നമ്മൾ മാതൃക നോക്കിയിട്ടല്ല, ഈ മാതൃക അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല, അവര് സമർപ്പിക്കുകയായിരുന്നു, നമ്മളും സമർപ്പിക്കുകയാണ്. ഇത് പോരല്ല റബ്ബേ, ഇത് മതിയാവില്ലല്ല റബ്ബേ, ഈ സ്നേഹപ്രകടനം കൊണ്ട് ഒന്നുമാകില്ലല്ലോ യാ റസൂലല്ലാഹ്. ഇതാ മുഅ്മിനേ നമ്മുടെ മനസ്സ്, അല്ലേ? ഇതൊന്നും കേട്ടതും പറഞ്ഞതൊന്നും പോരാ. മദീന കോ ജായേ ജി ചാഹതാ ഹേ, മദീനയിൽ പോകാൻ എന്റെ മനസ്സ് മോഹിക്കുകയാണ്. മുഖദ്ദർ ബനായേ
जी चाहता है മദീന കെ ആഖ, മദീനയുടെ ചക്രവർത്തി, ദോ ആലം കെ മോല, രണ്ടു ലോകത്തിന്റെയും അധിപനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിൻ പറഞ്ഞു, ഇനി ഞാൻ ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കൂല. വെറുപ്പുണ്ടല്ല, എനിക്കിനി കാണാൻ വയ്യ, അവിടെ എനിക്കിനി ബാങ്ക് വിളിക്കാൻ വയ്യ. പള്ളിയിൽ നിന്ന് യാത്രയാവുകയാണ്, ഷാമിലേക്ക്, ഫലസ്തീനിലേക്ക് പോയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ താമസമാക്കി. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു താമസമാക്കിയപ്പോൾ ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മധുരസ്മരണകൾ ബിലാലിന്റെ മനോമുഖരത്തിലുണ്ട്. ബിലാൽ അതാ ഒരിക്കൽ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ വന്ന് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മാ ഹാദൽ ജഫാഉ യാ ബിലാൽ, എന്തുപറ്റി ബിലാലേ, എന്നോട് പിണങ്ങിയോ? എന്തേ നീ മദീനയിൽ നിന്ന് പോയിപ്പോന്നത്? ബിലാലിന് സഹിക്കാൻ പറ്റിയില്ല. പോയി മദീനയിലേക്ക് വാഹനപ്പുറത്ത് കയറിയിട്ട് പോവുകയാണ്. ബിലാൽ വന്നുവെന്നറിഞ്ഞപ്പോ പ്രിയപ്പെട്ടവനെ കാണാൻ വേണ്ടി സ്വഹാബികളിൽ പലരും ഒരുമിച്ച് കൂടി. കൂടെയുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ, ഹുസൈൻ, ഇവരാവശ്യപ്പെടുകയാണ്, പരിശുദ്ധ റസൂലുള്ളാഹി റൗള ശരീഫിൽ വന്ന് കണ്ണീരോടെ സങ്കടങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഇവര് ചെന്ന് ബിലാലിനോട് പറയുകയാണ്, ബിലാൽ ഒന്ന് ബാങ്ക് വിളിക്കുമോ? ബിലാൽ എന്നോടത് പറയല്ലേ, എനിക്കത് കഴിയില്ല. വീണ്ടും പറഞ്ഞു, ഒരു തവണ വിളിക്കുമോ? ഞങ്ങൾക്കൊന്ന് കേൾക്കാനുള്ള മോഹം കൊണ്ടാൽ. ഹസനും ഹുസൈനും കെഞ്ചി കെഞ്ചി പറയുമ്പോ സമ്മതിക്കുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലെ, ഈ ചോദിക്കുന്ന ആളുകൾ ആരാണെന്ന് നിനക്കറിയാം, നിങ്ങൾക്കറിയാമല്ലോ. ഇത് സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നായകന്മാരാണല്ലോ. ഒന്ന് പറയുന്നത് കേൾക്ക് ബിലാൽ. ഒടുവിൽ ബിലാൽ സമ്മതിച്ചു. പരിശുദ്ധമായ മദീനയുടെ ബാങ്ക് വിളിക്കുന്ന ആ വിധാനത്തിലേക്ക് കയറി. ചുണ്ടുകൾ വിറകൊള്ളുകയാണ്, കാലുകൾ പതറുകയാണ്, ഹൃദയം തപിക്കുകയാണ്. അനുയായികൾ, സ്വഹാബികൾ ബിലാലിന്റെ ബാങ്ക് കേൾക്കാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. തന്റെ മനോമുഖരത്തിൽ മുത്തുനബിയുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ബാങ്കിന്റെ സമയമാകുമ്പോൾ ബിലാലെ ബാങ്ക് വിളിക്ക് എന്ന് പറയുമ്പോ ബാങ്ക് വിളിക്കുന്ന ബിലാൽ ഓർക്കുകയാണ്, പുഞ്ചിരി തൂകുന്ന മുഹമ്മദ് മുസ്തഫ, സ്വലാത്തുറക്കെ മുഹമ്മദ് മുസ്തഫ. കാല് വറച്ചുപോയി. തന്റെ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന നഗരി പ്രകമ്പനം കൊണ്ടു. ഓരോ വീടുകളിലും ഈ ശബ്ദം ഒഴുകിയെത്തി. അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്നവർ അവരുടെ സാധനങ്ങൾ അവിടെ ഇട്ടു. വീടുകളിൽ നിന്ന് കുട്ടികൾ പുറത്തേക്കിറങ്ങി, സ്ത്രീകൾ പുറത്തേക്കിറങ്ങി. അവർ പരസ്പരം പറഞ്ഞു, ജാഅ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു വന്നിരിക്കുന്നുവോ? അതില്ലാതെ ബിലാൽ ബാങ്ക് വിളിക്കില്ലല്ലോ. അവരോടുകയാണ് പള്ളി ലക്ഷ്യമാക്കിയിട്ട്, റൗള ഷരീഫിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹത്തിന്റെ നായകൻ തിരിച്ചു വന്നിരിക്കുന്നുവോ? ഓടി. പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരലകടൽ പോലെ സ്വഹാബികൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഒരുപാട് സമയം മനസ്സിന്റെ മനോമുഖരത്തിന്റെ ഓർമ്മകളിൽ, മനോമുഖരത്തിൽ മുത്തുനബിയുടെ തിരുവദനം ഇങ്ങനെ കൊണ്ടുവന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബികൾ കരയുകയാണ്. സ്ത്രീകളും കുട്ടികളും വാവിട്ട് നിലവിളിക്കുകയാണ്. അവരുടെ മനസ്സിൽ അടുത്തത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് പറയാൻ ബിലാലിന് കഴിഞ്ഞില്ല. അവിടെ വെച്ച് ബോധരഹിതനായി വീണുപോയി. എന്തുകൊണ്ടെന്നാൽ മുഹമ്മദുർ റസൂലിനോടുള്ള സ്നേഹം
തന്റെ വാക്കുകൊണ്ട് അവിടുത്തെ പേര് ഉറക്കെ ഒന്ന് പറയാതിരിക്കാൻ മാത്രം ബിലാലിന്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു മുഅ്മിനീങ്ങളെ. അല്ലേ? സ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞാ തീരൂല്ല. മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. കൂടെ ഒരാളുണ്ട്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ. നമ്മളുടെയൊക്കെ സ്വഭാവം എന്താ? ചെറുപ്പക്കാരാ, നിങ്ങൾ മുടി വെട്ടിയിരിക്കുന്നത്, മുടി മുറിച്ചിരിക്കുന്നത് ഏതെങ്കിലും സിനിമാ താരത്തെ അനുകരിച്ചുകൊണ്ടാണോ? മലപ്പുറം ജില്ലയിലെ എന്തേ ഫുട്ബോൾ കാലം വരുമ്പോ നമ്മുടെ തലമുടി ഫുട്ബോൾ താരങ്ങളെപ്പോലെയാകുന്നു. ഒരുത്തൻ മൊട്ടയടിച്ചാൽ നമ്മൾ എന്തേ തലമുണ്ടനം ചെയ്യുന്നു? സിനിമയിൽ ഒരുത്തൻ അവന്റെ മുടി പ്രത്യേകമായ കോലത്തിലാക്കിയാൽ എന്തേ ചെറുപ്പക്കാര നമ്മൾ അവരെ അനുകരിക്കുന്നു? ഇവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? ഇവരാരെങ്കിലും നമ്മെ രക്ഷിക്കാൻ വരുമോ? ഇവരാരെങ്കിലും നമ്മെ തിരിച്ചറിയുമോ? മുഅ്മിനീങ്ങളെ, മാറ്റം വരണം. യുവാവേ, നിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. നിനക്ക് പറയാൻ കഴിയണം, ഞാൻ ഒരു ഉറച്ച മുസ്ലിമാൻ, എന്റെ നേതാവ് മുഹമ്മദ് നബിയാണ്. ഏതെങ്കിലും നേതാവല്ല. ഒരു സിനിമാ നായകനെയും ഞാൻ സ്നേഹിക്കുന്നില്ല, ഒരു നടിയെയും ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു ഫാനല്ല, ഒരാളുടെയും ആരാധകനല്ല. എന്റെ ആരാധ്യ പുരുഷൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഉറക്കെ പറയാൻ, അത് കാണിച്ചു കൊടുക്കാൻ, അത് നിന്റെ വസ്ത്രത്തിൽ കാണിക്കാൻ, അത് നിന്റെ മുഖത്ത് കാണിക്കാൻ, നിന്റെ താടിയിൽ അത് കാണിക്കാൻ, നിന്റെ മുടിയിൽ അത് കാണിക്കാൻ, നിന്റെ പെരുമാറ്റത്തിൽ അത് കാണിക്കാൻ ഈ റബീഉൽ അവ്വലിൽ നിനക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരെ? എങ്കിലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ, എങ്കിലേ ഇതുകൊണ്ട് ഫലമുള്ളൂ. സിനിമാ നടൻ ധരിച്ച വസ്ത്രം ധരിക്കുന്നവനുണ്ടല്ലോ, അവൻ താടി വെച്ചതുകൊണ്ട് താടി വെക്കുന്നവനുണ്ടല്ലോ, അവൻ പാൻറിട്ടതുകൊണ്ട് അതിടുന്നവനുണ്ടല്ലോ, സിനിമാ നടിയുടെ വസ്ത്രം ടെക്സ്റ്റൈൽസുകളിൽ പോയി തെരഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ, അവരുപയോഗിച്ച സാധനങ്ങൾ തങ്ങളുടെ ഇഷ്ടമാക്കി മാറ്റുന്നവരുണ്ടല്ലോ, അവരെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ കഥ പറയുന്നവരുണ്ടല്ലോ. നമ്മുടെയൊക്കെ ഈമാനിന്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം? നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ് പറഞ്ഞിട്ടെന്താ കാര്യം? അനുവദിക്കരുത്. നമ്മുടെ മനസ്സിൽ അവർക്കൊന്നും സ്ഥാനമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വെളിച്ചം പോലെ, ഒരു പ്രകാശം പോലെ നമ്മുടെ ചുണ്ടുകളിലൂടെ ഇന്നനീ മിനൽ മുസ്ലിമീൻ, ആരെതിർത്താലും ആര് വെറുത്താലും ആരാക്ഷേപിച്ചാലും ആര് പുച്ഛിച്ചാലും നമ്മൾ ചെയ്ത പുച്ഛമായില്ലേ മുഅ്മിനേ? ലോകത്താരൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്തു, അവരെ ആരെങ്കിലും മണ്ടനെന്ന് വിളിച്ചുവോ? നിങ്ങൾ ചിന്തിക്കണം. ലോകത്തെത്ര നേതാക്കന്മാരുണ്ടായി. കാറൽ മാർക്സ് നിങ്ങൾക്കറിയില്ലേ? ലോകത്തൊരു വലിയ വിഭാഗത്തിന്റെ നേതാവാണ്. കാറൽ മാർക്സ് പട്ടിണി കിടന്നയാളാ, കാറൽ മാർക്സ് ആയുധം കൊഴിച്ചയാളാ, ശവമടക്കാൻ പണമില്ലാതിരുന്നയാളാ, വസ്ത്രം ധരിക്കാൻ ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്നയാളാ. കാറൽ മാർക്സ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേതാവായപ്പോഴും കാറൽ മാർക്സിനെ ആരും മണ്ടനെന്ന് വിളിച്ചിട്ടില്ല. മുഅ്മിനേ, ഗാന്ധിജിയെ മണ്ടനെന്ന് വിളിച്ചിട്ടില്ല. ഗാന്ധിജി തന്റെ വസ്ത്രം പോലും ഒഴിവാക്കിയ ആളല്ലേ? അർദ്ധനഗ്നനായ ഫക്കീറല്ലേ? ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ ദിവസം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തയ്യാറാകാതെ ഉപവാസമിരുന്നയാളല്ലേ? പാകിസ്ഥാനോട് ഇന്ത്യയും പാകിസ്ഥാനുമായി 1947 വെട്ടിമുറിക്കപ്പെട്ടപ്പോ ആ വേദനയോടുകൂടെ ഈ ലോകത്തിരുന്നയാളല്ലേ? നമ്മുടെ നാടിനു വേണ്ടി സങ്കടം സഹിച്ചയാളല്ലേ? ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നില്ലേ? മുസ്ലിങ്ങളെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ കൊലക്കിരയാകേണ്ടി വന്ന ഗാന്ധിജിയെ ആരും മണ്ടനെന്ന് വിളിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, സമർപ്പിക്കുന്നവരെ മണ്ടന്മാരാക്കിയിട്ടില്ല. പക്ഷേ സമർപ്പിച്ചത് നൗഷാദായി പോയി. സമർപ്പിച്ചവന്റെ പേര് സന്തോഷം എന്ന പേർഷ്യൻ ഭാഷയിൽ അർത്ഥമുള്ള നൗഷാദായി പോയി സമർപ്പിച്ചത്. ഇത് നൗഷാദിന് കേവലം ഒരു മനുഷ്യൻ എന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു വികാരമല്ല. ഒരു മുസ്ലിം അത് ചെയ്യുമ്പോ, ഒരു ഈമാനുള്ളവൻ അത് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ ഈ സ്നേഹത്തിന്റെ, സ്വാന്തനത്തിന്റെ, പാരസ്പര്യത്തിന്റെ ബോധം അവന് വരുന്നു. അതവന് വരുന്നത് മുത്തുനബിയിൽ നിന്നാണ്.
ആ പുഞ്ചിരി മുതൽ, ആ സ്നേഹം മുതൽ, ആ സഹായം മുതൽ, ആ ഏറ്റെടുക്കൽ മുതൽ, സമതുക്കായുടെ കടയിൽ നിന്ന് ചൂടാറാത്ത ചായയുടെ ആ രുചി പോലും കാത്തു നിൽക്കാതെ നിലവിളി കേൾക്കുന്ന ഇടത്തേക്ക് നൗഷാദ് എന്ന ചെറുപ്പക്കാരൻ പാഞ്ഞെടുക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അവരേത് നാട്ടുകാരാണ്, ഏത് ഭാഷ സംസാരിക്കുന്നവരാണ്, ഇത് നോക്കാതെ നൗഷാദ് ചാടി ഇറങ്ങിയിട്ട് അവൻ മരണപ്പെടുമ്പോ, ആ ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോ അവൻ മണ്ടൻ എന്ന് വിളിക്കപ്പെട്ടത് അവൻ മുസ്ലിമായതുകൊണ്ട് മാത്രമാ. പ്രിയപ്പെട്ടവരെ, ഇനി അങ്ങനെ എത്ര എണ്ണം കേൾക്കാതിരിക്കുന്നു അല്ലേ? ഇപ്പൊ ക്ഷേത്രങ്ങളുടെ സമീപങ്ങളിൽ മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല എന്നോ ആ അർത്ഥത്തിലൊക്കെയുള്ള പ്രസ്താവനകൾ വരുന്ന കാലാണ്. ഇനി എന്തൊക്കെ കേൾക്കാതിരിക്കുന്നു എന്നറിയോ? ഈ കാലത്ത് നമുക്കറിയാൻ കഴിയണം, ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ്, എന്റെ ഹൃദയത്തിന്റെ ഊർജ്ജമാനബിയാണ്, എന്റെ കൽബിന്റെ സന്തോഷം മാനബിയാണ്, മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, വേറെ ആരുമല്ല, ആ നബി തന്നെയാണ്. നമുക്ക് പറയാൻ കഴിയണം. മാറ്റം വരണം ചെറുപ്പക്കാരെ, നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, സംസ്കാരത്തിലൊക്കെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയാണ് നബിയോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര ചെയ്യുമ്പോൾ കാണുന്നു, ചില സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ പോകും, ചില സമയത്ത് പിന്നിൽ വരും, വീണ്ടും മുന്നിൽ, വീണ്ടും പിന്നിൽ. എന്റെ സിദ്ദീഖേ, നീ ഇങ്ങനെ ഇടക്കിടന്ന്, താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് മുന്നിൽ നടക്കുന്നത്, എന്റെ ഇടക്ക് പിന്നിൽ നടക്കുന്നത്? പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നബിയേ, അങ്ങയുടെ മുന്നിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകും അങ്ങയുടെ പിന്നാലെ ആരെങ്കിലും വരുമോ എന്ന്. അങ്ങയുടെ പിന്നിൽ ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകും അങ്ങയുടെ മുന്നിൽ ആരെങ്കിലും വന്ന് അങ്ങയെ അപായപ്പെടുത്തുമോ എന്ന്. പുഞ്ചിരിയോടെ ചോദിച്ചു സിദ്ദീഖ്, താങ്കൾക്ക് എന്നെ ഇഷ്ടമാണോ? അതേ നബിയേ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. സിദ്ദീഖ്, താങ്കൾ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലേ? അവർ കാത്തിരുന്നില്ലേ മദീനക്കാർ ഈ നായകനെ? അല്ലേ, കാത്തിരുന്നില്ലേ? റബീഉൽ അവ്വൽ 12 അവർ കണ്ടുമുട്ടിയില്ലേ? അവരേറ്റെടുത്തില്ലേ? ഓടിച്ചെന്നവർ നബിയെ സ്വീകരിച്ചില്ലേ? ത്വലഅൽ ബദ്റു അലൈന, അവർ പാടിയില്ലേ? ത്വലഅൽ ബദ്റു അലൈന. ആ സ്നേഹം, നബിയോടുള്ള ആ ഇഷ്ടം. ഓരോരുത്തരും പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ, എന്റെ വീട്ടിൽ. നബി ഇങ്ങനെ പറയാൻ, മസ്ജിദുൽ ഖുബ ഇന്ന് നിൽക്കുന്നിടത്ത് നിന്ന് മസ്ജിദുൻ നബവി ഇന്ന് നിൽക്കുന്നിടത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുകയാണ് ഒട്ടകപ്പുറത്ത്. അതൊരു വലിയ യാത്രയാണ്. ചരിത്രകാരന്മാർ അത് വർണ്ണിക്കുന്നത് വളരെ ഹൃദ്യമായിട്ടാണ്. കാരണം മദീന നിവാസികൾ, നബിയെ സ്നേഹിക്കുന്നവരൊക്കെ ആ യാത്രയിൽ ഇങ്ങനെ കൂടെയുണ്ട്. അവർ ദഫ്മുട്ടുന്നുണ്ട്. ഇടക്ക് ആ ഒട്ടകപ്പുറത്ത് നിന്ന് അനുയായികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത്തുഹിബ്ബൂനനി, അത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി, തീരുമാനമായി ഇനി ഇവിടെയാണ് നബി താമസിക്കുന്നത്. അപ്പൊ അവര് പാട്ട് മാറ്റി, നഹ്നു ജവാർ മിൻ ബനിൻ നജ്ജാരി, ഞങ്ങൾ ബനു നജ്ജാറിന്റെ അയൽവാസികളാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വലിയ ഉഷാറാണ്, നബി ഞങ്ങളുടെ അടുക്കലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, സ്വഹാബികളെ, അനുയായികളെ, നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ? അതുഹിബ്ബൂനനി, നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ? അതേ നബിയെ, ഞങ്ങൾക്ക് താങ്കളെ ഇഷ്ടമാണ്. വല്ലാഹി ഉഹിബ്ബുക്കും, അതാണ് നബിയുടെ പ്രത്യേകത. നമ്മള് ഒരു സിനിമാ നടനെ സ്നേഹിച്ചാൽ, ഒരു രാഷ്ട്രീയ നേതാവിനെ സ്നേഹിച്ചാൽ, ഏതൊരാളെ സ്നേഹിച്ചാലും ആ സ്നേഹിക്കുന്ന അളവിൽ സ്നേഹം തിരിച്ചു തരുന്ന ഒരാളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സ്നേഹിക്കുന്ന അളവ് വേണ്ട, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ സ്നേഹത്തിന്റെ അംശം തിരിച്ചു തരുന്നവരെ പറയാൻ കഴിയുമോ? തിരിച്ചറിയുന്നവരെ പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അതാ നമ്മുടെ ദുനിയാവിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മെ തിരിച്ചറിയുമെന്ന് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നയാളാണ്. അല്ലേ? സ്വലാത്ത് ചൊല്ലിക്കോ,
റബീഉൽ അവ്വൽ ആഘോഷിച്ചോ, മൗലിദ് ചൊല്ലിക്കോ. നമ്മെ തിരിച്ചറിയുന്ന ആളാണ്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങോട്ട് തിരിച്ചറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് സഹാബികൾക്ക് റസൂലുള്ളാഹിയോട് ഇത്രയും വലിയ സ്നേഹം ഉണ്ടായത്. കാരണം അവർ സ്വാന്തനം കണ്ടെത്തുകയാണ് നബിയുടെ അടുക്കൽ. അവർക്ക് നബി മതിയായിരുന്നു. പിന്നെ അവർക്ക് പീഡനങ്ങളോ കഷ്ടപ്പാടുകളോ ദാരിദ്ര്യമോ ഒന്നും അവർക്ക് യാതൊരു പ്രശ്നമായിരുന്നില്ല. അവരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി, ഒരു പ്രകാശമായി, ഒരു സ്വാന്തനമായി ആരുണ്ടായിരുന്നു? തേരെ ഹിതം സേ ദുനിയാ ബനി ഹേ നീലെ ഫലക് കി ചാദൽ തനി ഹേ. ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മതിയാകുമായിരുന്നു. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിയെ നമ്മുടെ ഖൽബിൽ സ്നേഹിക്കാനും അവിടുത്തെ പിൻപറ്റാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ആ സ്നേഹത്തിലായി ഇൻഷാ അല്ലാഹ് കുറച്ച് സ്വലാത്തുകൾ ചൊല്ലി, ഒരു 7 സ്വലാത്തുകൾ ചൊല്ലി ഒരു ചെറിയ ദുആയോടെ നമുക്ക് ഈ സദസ്സ് അവസാനിപ്പിക്കാം.